ഹർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് 2 ദിവസം മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. അതായത് പ്രധാനപ്പെട്ട ചില സെക്ഷൻസ്, റൂൾസ്, അതുപോലെ ചില സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളെപ്പറ്റി, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ പറ്റി, അവയുടെ ചെയർമാന്, അതുപോലെ അവരുടെ കമ്മിറ്റി മെമ്പേഴ്സ് എത്ര പേരുണ്ട്, അതുപോലെ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കുറച്ച് ഫീസ് കാര്യങ്ങളെപ്പറ്റി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ചില പ്രധാനപ്പെട്ട സെക്ഷൻസ്, എല്ലാ സെക്ഷനും നമുക്ക് നോക്കാൻ പറ്റില്ല. കാര്യം പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിച്ചു കാണുന്നതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ചില പ്രധാനപ്പെട്ട വകുപ്പുകളും ചട്ടങ്ങളുമാണ്, അതായത് സെക്ഷൻ റൂളുമാണ്. 110 സെക്ഷനും അതുപോലെ 201 റൂൾസുമാണ് നമ്മുടെ സഹകരണ നിയമത്തിൽ, 1969 സഹകരണ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്കറിയാമല്ലോ. 110 സെക്ഷൻസും 201 റൂൾസുമാണ്. ഇനി സെക്ഷനുകൾ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അമെൻഡ്മെൻറ്റ് ഓഫ് ബൈലോ ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 12 ആണ്. അതുപോലെ തന്നെ അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി, അത് സെക്ഷൻ 80A. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ 29. അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് സെക്ഷൻ 70. അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ്. അത് നമ്മൾ കണ്ടീഷണൽ അറ്റാച്ച്മെൻ്റ് എന്നും ചിലപ്പോൾ ചോദിക്കും. അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് സെക്ഷൻ 78 ആണ്. അതിൻ്റെ റൂള് 93. ഇനിയും സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ തന്നെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ചോദിക്കുകയാണെങ്കിൽ സെക്ഷൻ 13 ആണ്, 13A, റൂൾ 5. ഇനിയും മോഡൽ ബൈലോയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ റൂളാണ്, റൂൾ 6, മോഡൽ ബൈലോ റൂൾ 6. അതുപോലെ തന്നെ കാസ്റ്റിംഗ് വോട്ട് ഏത് സെക്ഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 20. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് സെക്ഷൻ 57A. കൺസോർഷ്യൻ ലെൻഡിംഗ് സ്കീം സെക്ഷൻ 57C. എലക്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ഭരണസമിതി തെരഞ്ഞെടുപ്പ് സെക്ഷൻ 28. അതുപോലെ എലക്ഷൻ ഓഫ് പ്രസിഡന്റ് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷൻ 28 തന്നെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും വരുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാറ്റേഴ്സ്, സെക്ഷൻ 80. അതുപോലെ എക്സാമിനേഷൻ ബോർഡ് സെക്ഷൻ 80B. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് സെക്ഷൻ 17. അതുപോലെ ഫ്ലൂയിഡ് റിസോഴ്സിൻ്റെ റൂൾ 63. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് റൂൾ 8. ഗഹാൻ സെക്ഷൻ 36A. അതുപോലെ സർചാർജ് വളരെ പ്രധാനപ്പെട്ടാണ്, സെക്ഷൻ 68. റിവിഷൻ ബൈ ട്രൈബ്യൂണൽ ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 84. റിവ്യൂ ആണെങ്കിൽ സെക്ഷൻ 85. അതുപോലെ ലിക്വിഡേറ്ററുടെ നിയമനം, സെക്ഷൻ 72. വൈൻഡിങ് അപ്പിൽ പോസ്റ്റിംഗ് ഓഫ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് സെക്ഷൻ 72 അനുസരിച്ചാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇത് ഏതാനും വകുപ്പുകളും റൂളുകളും മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, പ്രധാനപ്പെട്ട ചില സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അതുപോലെ അതിലെ എത്ര മെമ്പേഴ്സുണ്ട്, അവരുടെ കാലാവധി, ടേം ഓഫ് ഓഫീസ്, അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവിടുത്തെ സെക്രട്ടറിയുടെ റാങ്ക് ഏതിൽപ്പെടുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് തന്നെ ആയിക്കോട്ടെ. ആദ്യം കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 3 പേരിൽ കുറയാതെയാണ് അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സ്. ഈ 3 പേരിൽ ഒരാളായിരിക്കും അതിൻ്റെ ചെയർമാൻ. 5 കൊല്ലം അല്ലെങ്കിൽ 68 വയസ്സ്, ഇതിലേതാണോ ആദ്യം വരുന്നത്. ഇതാണ് അവരുടെ കാലാവധി. അവിടുത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്
ഡെപ്യൂട്ടി രജിസ്ട്രാർ, സഹകരണ വകുപ്പിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കും എക്സാമിനേഷൻ ബോർഡിൻ്റെ സെക്രട്ടറി. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, സഹകരണ ഇലക്ഷൻ കമ്മീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ തിരുവനന്തപുരം തന്നെയാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇവിടെയും 3 മെമ്പേഴ്സിൽ കുറയാതെ വേണം. അതിലൊരാൾ എന്ന് പറയുന്നത്, 3-ൽ-1 ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറായിരിക്കും. ഈ ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ്, സർക്കാരിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കും. ബാക്കി 2 പേര് ഇലക്ഷൻ കമ്മീഷണർമാർ, സഹകരണ വകുപ്പിലെ അഡീഷണൽ രജിസ്ട്രാറുടെ തസ്തികയിൽ കുറയാത്ത ആൾക്കാരായിരിക്കും. 5 കൊല്ലം അല്ലെങ്കിൽ 62 വയസ്സ്, ഇതിലേതാണോ ആദ്യം വരുന്നതാണ് ഇവരുടെ കാലാവധി. അതുപോലെ ഇവിടുത്തെ സെക്രട്ടറി എന്ന് പറയുന്ന ജോയിൻ്റ് രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കും. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഒരു ആളാകാം, അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നാണെങ്കിൽ ചിലപ്പം അതിൽ കൂടുതൽ പേര് കാണും. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം അതാണ് കാലാവധി. തിരുവനന്തപുരമാണ് ഓംബുഡ്സ്മാൻ്റെയും ആസ്ഥാനം. 10 കൊല്ലത്തെ ബാർ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അതുപോലെ സഹകരണത്തിലും ബാങ്കിങ്ങിലുമൊക്കെ ഉള്ള എക്സ്പേർട്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പ്രിസൈഡിങ് ഓഫീസ്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഒരു സിംഗിൾ മെമ്പറാണ് അവിടെ വരിക. പ്രിസൈഡിങ് ഓഫീസർ എന്നാണ് പറയുക. പ്രിസൈഡിങ് ഓഫീസർ ഒരാളേ ഉള്ളൂ. 3 വർഷ കാലാവധിയിലാണ്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. 7 കൊല്ലത്തെ ബാർ പ്രാക്ടീസ് വേണം. 7 കൊല്ലത്തിൽ കുറഞ്ഞത് 7 കൊല്ലമെങ്കിലും ബാർ പ്രാക്ടീസ് ഉള്ളയാളായിരിക്കണം. അവിടെയും ഒരു സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് ഐസൻ രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത ഒരാൾ ആയിരിക്കും സെക്രട്ടറി. അതുപോലെ വിജിലൻസ് ഓഫീസർ. ഇപ്പം സഹകരണ വിജിലൻസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അത് സെക്ഷൻ 88, സെക്ഷൻ 68A പ്രകാരം സർക്കാർ നിയമിച്ചിട്ടുള്ളതാണ്. സഹകരണ നിയമത്തിലെ 68A വകുപ്പ് അനുസരിച്ച്. അത് വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്ന സഹകരണ സംഘം രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലായിരിക്കും. വിജിലൻസ് ഓഫീസറുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഓഫീസ് തന്നെയാണ്. അത് വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ DIG റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കും. ഇനി നമുക്ക് ഫീസുകളെ പറ്റി നോക്കാം. സഹകരണ നിയമത്തിലെ ഓരോ കാര്യങ്ങൾക്കും സഹകരണ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഫീസുകൾ, അതായത് രജിസ്ട്രേഷൻ തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. രജിസ്ട്രേഷന്, ഇലക്ഷന്, ആർബിട്രേഷന്, എക്സിക്യൂഷന്, അതുപോലെ തന്നെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നതിന്, അപ്പീൽ, റിവിഷൻ, റിവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് നോക്കാം. സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഫീസുകളാണ് ഈ പറയുക. രജിസ്ട്രേഷൻ ഫീസ് ഏരിയ ഓഫ് ഓപ്പറേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു സംഘം രജിസ്റ്റർ ചെയ്യുന്ന ഒരു താലൂക്ക് ലെവലിലാണെങ്കിൽ 2000 രൂപയാണ് ഫീസ്. ഒരു താലൂക്ക് അല്ലെങ്കിൽ ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ ആണെങ്കിൽ 5000 രൂപ. ഒരു താലൂക്ക് പരിധി വിട്ട് എന്നാൽ ഒരു ജില്ല മുഴുവനും പ്രവർത്തന പരിധി ഇല്ലെങ്കിൽ 4000 രൂപയാണ്. ഒരു താലൂക്കാണ് 2000. ഒരു താലൂക്ക് മുകളിൽ ഒരു ജില്ലയ്ക്ക് താഴെയുള്ള രജിസ്ട്രേഷൻ ആണെങ്കിൽ 4000. ഒരു ജില്ല പ്രവർത്തന പരിധിയിൽ വരുന്ന രജിസ്ട്രേഷൻ ആണെങ്കിൽ 5000 രൂപയാണ്. എന്നാൽ ഒരു ജില്ല കവിഞ്ഞ് സ്റ്റേറ്റ് വൈഡായിട്ടുള്ള രജിസ്ട്രേഷൻ ആണെങ്കിൽ 10000 രൂപയാണ്. മോർ ദാൻ എ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10000 രൂപയാണ്. സ്കൂൾ, കോളേജ്, കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് 100 രൂപയും വനിതാ സഹകരണ സംഘങ്ങൾ, SC/ST സഹകരണ സംഘങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ 500 രൂപയുമാണ്. അതുപോലെ ബൈലോ അമെൻഡ്മെൻറ്റിന് ഫീസുണ്ട്. വനിതാ SC/ST സ്കൂൾ സൊസൈറ്റികൾക്ക് 50 രൂപ. മറ്റെല്ലാ സംഘങ്ങൾക്കും 500 രൂപയാണ് ബൈലോ അമെൻഡ്മെൻറ്റ് രജിസ്ട്രേഷൻ ഫീസ്. ഇലക്ഷൻ
ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിൻ്റെ ഫീസ് നോക്കാം. അപ്പെക്സ് സ്ഥാപനങ്ങളാണെങ്കിൽ 5000 രൂപ, സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റികൾക്ക് 3000 രൂപയും ക്രെഡിറ്റ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റികൾക്ക് 2000 രൂപയും മറ്റെല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും 1000 രൂപയുമാണ് ഫീസ്. അതുപോലെ SC/ST കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരുടെ സൊസൈറ്റികൾക്ക്, സ്കൂൾ സൊസൈറ്റികൾക്ക് എല്ലാം ഫീസ് ഇല്ല. അവരുടെ ഫീസ് എന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാ സഹകരണ സംഘങ്ങളെ ആദ്യത്തെ ഒരു വർഷം ഇലക്ഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, എക്സെംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആർബിട്രേഷൻ ഫീസ് നോക്കാം. അത് 2 തരത്തിലുണ്ടെന്ന് നമുക്കറിയാം. മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ ഉണ്ട്, നോൺ മോണിറ്ററി ഉണ്ട്. ഇപ്പം മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 50 പൈസ, ഓരോ 10 രൂപയ്ക്കും 50 പൈസ എന്നുള്ള ക്രമത്തിൽ 200 രൂപയാണ് മിനിമം ആർബിട്രേഷൻ ഫീസ്. ഇനി ആ ക്ലെയിം 1,00,000 രൂപ വരെ ആണെങ്കിൽ 2000 രൂപയും, 1,00,000 മുകളിലാണ് ക്ലെയിമെങ്കിൽ 5000 രൂപയുമാണ് ഫീസ്. ഇനി നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾക്ക്, ഡിസ്പ്യൂട്ട് ഒരു സൊസൈറ്റിയിലെ ജീവനക്കാർ ഫയൽ ചെയ്യുകയാണ്, എംപ്ലോയീസ് ആണെങ്കിൽ അതിന് 1000 രൂപ, ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾക്ക് 5000 രൂപ, മറ്റെല്ലാ ഡിസ്പ്യൂട്ടുകൾക്കും 3000 രൂപ. ഇനി SC/ST കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും അതുപോലെ സ്കൂൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഡിസ്പ്യൂട്ടിന് ഫീസ് വേണ്ട, ഒഴിവാക്കിയിട്ടുണ്ട്. എക്സിക്യൂഷനെ സംബന്ധിച്ച് നോക്കാം. എക്സിക്യൂഷൻ ഫീസ് SC/ST സൊസൈറ്റി, സ്കൂൾ സൊസൈറ്റികൾക്കൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പീൽ പെറ്റീഷൻ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ അപ്പീൽ കൊടുക്കുമ്പോൾ, അതായത് റൂൾ 124A സെക്ഷൻ 83 റൂൾ 124A അനുസരിച്ചാണ് രജിസ്ട്രാറിൻ്റെ മുമ്പാകെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുമ്പാകെയോ അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ, ജീവനക്കാരാണ്, സംഘത്തിലെ ജീവനക്കാർ ഫയൽ ചെയ്യുകയാണെങ്കിൽ 2000 രൂപയാണ്. എന്നാൽ റിവിഷൻ പെറ്റീഷൻ രജിസ്ട്രാറിൻ്റെ മുമ്പാകെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുമ്പാകെ സെക്ഷൻ 87 റൂൾ 124A അനുസരിച്ച് ഫയൽ ചെയ്യുമ്പോൾ 5000 രൂപ. റിവിഷൻ പെറ്റീഷൻ എംപ്ലോയീസാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ 1000 രൂപ മതി. റിവിഷൻ പെറ്റീഷൻ കമ്മിറ്റി മെമ്പേഴ്സാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ 5000 രൂപ. കമ്മിറ്റി മെമ്പേഴ്സ് അതുപോലെ തന്നെ സൊസൈറ്റിയോ ഒക്കെ ആണെങ്കിൽ 5000 രൂപയാണ്. ഇനി പുതിയ ബ്രാഞ്ചുകൾ സാങ്ഷൻ ചെയ്യുന്നതിന് ഫീസ് വേണം. ബ്രാഞ്ചിന് അപേക്ഷിക്കുമ്പോൾ സർക്കാരിലേക്ക് ഫീസ് അടയ്ക്കണം. അതിപ്പം KSCB, അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതുപോലെ ജില്ലാ ബാങ്കുകൾ ഒക്കെ ആണെങ്കിൽ 10000 രൂപയാണ് ഓരോ ബ്രാഞ്ചിനും. അതുപോലെ PACS, SCB, BCRDB, അത് അർബൻ ബാങ്കുകൾ, അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, വനിതാ സൊസൈറ്റികൾ, മിസ്ലേനിയസ് സൊസൈറ്റികളൊക്കെ ആണെങ്കിൽ 5000 രൂപ, ഒരു ബ്രാഞ്ചിന് 5000 രൂപ എന്നുള്ള ക്രമത്തിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇനി റീക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 80 റൂൾ 182 അനുസരിച്ച് റീക്ലാസിഫിക്കേഷനുള്ള ഫീസ് എന്ന് പറയുന്നത് PACS, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഫാർമേഴ്സ് സൊസൈറ്റീസ്, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഹൗസിംഗ് സൊസൈറ്റീസ്, ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റീസ്, PCRDB, അർബൻ ബാങ്ക്, അതുപോലെ മറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികളൊക്കെ ആണെങ്കിൽ ഈ റീക്ലാസിഫിക്കേഷൻ ഫീസ് 2000 രൂപയാണ് അടയ്ക്കേണ്ടത്. എന്നാൽ മറ്റെല്ലാ സംഘങ്ങളും, ഈ പറഞ്ഞ കൂടാതെയുള്ള എല്ലാ സംഘങ്ങളും 500 രൂപ മാത്രം റീക്ലാസിഫിക്കേഷൻ ഫീസ് അടച്ചാൽ മതി. ഇനി അപ്പീൽ, റിവിഷൻ, റിവ്യൂ ഇതിനൊക്കെ ട്രൈബ്യൂണൽ മുമ്പാകെ സെക്ഷൻ 82 പ്രകാരം ഫീസ് അടയ്ക്കുമ്പോൾ മോണിറ്ററി ഡിസ്പ്യൂട്ടിനുള്ള അപ്പീലോ റിവിഷനോ റിവ്യൂ ഒക്കെ ആണെങ്കിൽ അത് ആ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ 5%, എത്ര രൂപയുടെയാണോ അതിൻ്റെ 5% എന്നുള്ള ക്രമത്തിൽ മിനിമം 200 രൂപ, മാക്സിമം 2000 രൂപ എന്നുള്ള ക്രമത്തിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഈ അഫിലിയേഷൻ ഫീസിൻ്റെ ഏറ്റവും മിനിമം ചോദിച്ചു കഴിഞ്ഞാൽ 200 രൂപ, ഏറ്റവും അഫിലിയേഷൻ ഫീസ് ഏറ്റവും മിനിമം 100 രൂപ, മാക്സിമം 2000 രൂപ. അത് ഓർത്തിരിക്കണം. അതുപോലെ ഈ എഡ്യൂക്കേഷൻ ഫണ്ട് പരമാവധി 60,000 രൂപയാണ്. മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. ഓഡിറ്റ് ഫീസ്
1,00,000 ഓരോ 100 രൂപയ്ക്ക് 50 പൈസ എന്നുള്ള ക്രമത്തിൽ മാക്സിമം 1,00,000 രൂപയാണ് ഓഡിറ്റ് ഫീസ്. അപ്പോൾ ഇങ്ങനെ ഈ ഫീസുകളെ പറ്റി ചോദിക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഫോംസ്, ഏതെങ്കിലും ഫോംസിൻ്റെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം രജിസ്ട്രേഷൻ്റെ ഫോം ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, ആ ഫോം നമ്പർ 1 ആണ്. അതുപോലെ ഈ രജിസ്ട്രേഷൻ സംബന്ധിച്ച് തന്നെ നമുക്ക് 4 ഫോമുണ്ട്. അങ്ങനെ ഓർത്താൽ വളരെ എളുപ്പമായി. രജിസ്ട്രേഷൻ സംബന്ധിച്ച് 4 ഫോം എന്ന് പറയുമ്പോൾ, ഒന്ന് ആപ്ലിക്കേഷൻ, രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ, 1ാം നമ്പർ ഫോം. ഇനി ഇത് രജിസ്ട്രാറുടെ ഓഫീസിൽ, രജിസ്ട്രാറുടെ അല്ലെങ്കിൽ ജോയിൻറ്റ് രജിസ്ട്രാറുടെയൊക്കെ ഓഫീസിൽ സൂക്ഷിക്കുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കെന്ന് പറയുന്നത് ഫോം നമ്പർ 2 ആണ്. അതിനകത്ത് അവരത് എഴുതും ആപ്ലിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ. അത് കഴിഞ്ഞാൽ ഫോം നമ്പർ 3 ഉണ്ട്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അത് വളരെ പ്രധാനമാണ്. ഫോം നമ്പർ 3യിലാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ വേറൊരു രജിസ്ട്രാറുടെ ഓഫീസിൽ ഈ രജിസ്റ്റേർഡ് സൊസൈറ്റികളുടെ വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത സംഘങ്ങളുടെ വിവരങ്ങൾ. അത് ഫോം നമ്പർ 4 ആണ്. ഇങ്ങനെ 4, 1, 2, 3, 4 എന്നുള്ള ക്രമത്തിൽ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓഫീസിൽ സൂക്ഷിക്കുന്ന ബുക്ക് 2ാമത്തെ ബുക്കിലാണ് എഴുതുന്നത്. 3ാമത്തെ ഫോം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോം നമ്പർ 2 എന്ന് പറയുന്നത് ഒരു ബുക്കാണ്. ഫോം നമ്പർ 4ഉം ബുക്കാണ്. ഈ ഫോം നമ്പർ 3 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. ഫോം നമ്പർ 4 എന്ന് പറയുന്ന ബുക്കിലാണ് രജിസ്റ്റർ ചെയ്ത സംഘങ്ങളെപ്പറ്റി ഓഫീസിൽ എഴുതി സൂക്ഷിക്കുന്നത്. അതുപോലെ ID കാർഡ് ഫോം നമ്പർ 6A ആണ്. ID കാർഡ് തന്നെ 6Aയും 6Bയും ഉണ്ട്. 6B എന്ന് പറയുന്നത് അതിൻ്റെ രജിസ്റ്ററാണ്, സംഘത്തിൽ സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ്. ID കാർഡ് രജിസ്റ്റർ ടു ബി കെപ്റ്റ് ബൈ ദ സൊസൈറ്റി. ഇപ്പോൾ 6B ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് 6Aയിലാണ്. അതുപോലെ ഈ ഗഹാൻ്റെ ഒരു സംശയം ഉണ്ടാക്കുന്ന ഫോമുകൾ ചിലപ്പോൾ വരാം. രജിസ്റ്റർ ഓഫ് ഡിക്ലറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫോം നമ്പർ 8 ആണ്. ഇനിയും ഫോം ഓഫ് ക്രിയേറ്റിംഗ് ഗഹാൻ, അതാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. അതായത് റൂൾ 51A അനുസരിച്ച് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന് ഗഹാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോം നമ്പർ 8A-യിലാണ്. ഇനി രജിസ്റ്റർ ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഫോം നമ്പർ 8B. ഇനി 8C എന്ന് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡിക്ലറേഷനാണ്. ഇപ്പോൾ ഇമ്മൂവബിൾ ആണെങ്കിൽ 8B, മൂവബിൾ ആണെങ്കിൽ 8C. ഇമ്മൂവബിളും മൂവബിളും ആദ്യമേ ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്ന റൂള് 51 അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന 8A. അപ്പോൾ ABC. ഇപ്പോൾ A എന്ന് പറയുന്നത് ഇമ്മൂവബിൾ ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടീസിൻ്റെ ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫോമാണ് 8A. ഇനി ഇമ്മൂവബിൾ എന്ന് പറയുമ്പോൾ 8B, മൂവബിൾ എന്ന് പറയുമ്പോൾ 8C. ഇനി ഡിക്ലറേഷൻ, ആപ്ലിക്കൻറ്റിൻ്റെ ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട് ഗഹാൻ, അത് 8Dയിലാണ്. പിന്നെ 8E ഉണ്ട്, നോട്ടീസ് ടു ഓൾ കൺസേണിങ് ഹാവിങ് ഇൻട്രസ്റ്റ് ഇൻ ഹൈപ്പോത്തിക്കേഷൻ, അത് 8Eയിൽ വരുന്നത്. അതിന് വലിയ പ്രാധാന്യമില്ല. Aയും Bയും Cയും നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഫോമാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിലെ അഫിലിയേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, അത് ഫോം നമ്പർ 14 ആണ്. അതുപോലെ ഇലക്ഷനെ സംബന്ധിക്കുന്ന ഫോമുകൾ പ്രധാനപ്പെട്ടതാണ്. പബ്ലിക്കേഷൻ ഓഫ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ്. ഇപ്പോൾ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് 34, ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് 35, നോമിനേഷൻ പേപ്പർ 36, അക്നോളജ്മെൻറ്റ് 37. ഇനിയും കമ്പാനിയൻ ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം വോട്ടേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ഡിക്ലറേഷൻ കൊടുക്കും. വോട്ട് ചെയ്യാൻ വരുന്ന ബ്ലൈൻഡായിട്ടുള്ള വോട്ടറാണെങ്കിൽ ഒരു കമ്പാനിയനെ കൂടെ വോട്ട് ചെയ്യാൻ ഒരു സഹായിയെ അനുവദിച്ചുകൊണ്ട് അതിന് എഴുതി കൊടുക്കുന്ന ഡിക്ലറേഷൻ ഫോം നമ്പർ 38 ആണ്. അതുപോലെ സർട്ടിഫിക്കറ്റ് ഓഫ് സെയിൽ ഓഫ് ലാൻഡ് ഗ്രാൻഡഡ് ബൈ രജിസ്ട്രാർ, സെയിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയും രജിസ്ട്രാർ കൊടുക്കുന്നത്, അത് ഫോം നമ്പർ 39.
പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫൈനാൻഷ്യൽ പൊസിഷൻ. നമ്മൾ സെക്ഷൻ 80 റൂൾ 182 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ അത് അപ്പൻഡിക്സ് 3 പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് സംഘങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓടിച്ച് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ സാധാരണ സബ്ജക്റ്റുകളെ പറ്റി നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസം നിങ്ങളിതെല്ലാം കേട്ട് മനസ്സിലാക്കുക, ടെൻഷൻ ഒഴിവാക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം തയ്യാറാകുക, എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുക, തയ്യാറായി ഭംഗിയായിട്ട് പോയി പരീക്ഷ എഴുതി നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും അതുപോലെ സെലക്ഷൻ കിട്ടാനും പരീക്ഷയിൽ വിജയിക്കാനും അതുപോലെ ലിസ്റ്റിൽ കടന്നുകൂടാനും ഏകദേശം അനുഗ്രഹിക്കട്ടെ. ഗുഡ് ബൈ.